പ്രിയപ്പെട്ടവരെ, ഏത് യുദ്ധവും തീർക്കുന്നത് കണ്ണുനീർ കളങ്ങൾ മാത്രമായിരിക്കും. ഇതാ യുദ്ധം തുടങ്ങി മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ കരളലിയിക്കുന്ന കാഴ്ചകളുടെയും ദീനത ഉയരുന്ന രോദനങ്ങളുടെ വലിയ കണ്ണീർ കയങ്ങളുമൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ രോദനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്ത അത്രമേൽ തരത്തിലുള്ളൊരു ഭീകരമായ ഒരു യുദ്ധകുറ്റം ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയിരിക്കുന്നു. അവർക്കിതൊരു പുത്തരിയല്ല, അവർ ഇത് നടത്തുന്നത് ആദ്യവുമല്ല. ഇറാനിലെ ജനതയ്ക്ക് സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രംപ് ഇറാൻ ജനതയോട് കൂടെ നിൽക്കണമെന്നും നിലവിലുള്ള ആയത്തുള്ള ഖുമേനിയുടെ ഭരണത്തെ തൂത്തെറിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നിരുന്നത്. എന്നാൽ അതേ ട്രംപ് ഇതാ വടക്കൻ ഇറാനിലെ 40 കുഞ്ഞു മക്കളെ കൊന്നൊടുക്കിക്കൊണ്ട് യുദ്ധത്തിൽ തൻ്റെ ചോരപാത്രത്തിൽ കൈയിട്ടിരിക്കുന്നു. ട്രംപ് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കറിയാം, ഒരു പ്രൈമറി സ്കൂളിലെ 40 പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന് നേരെ ആക്രമണം നടത്തി 40 കുഞ്ഞുങ്ങളെ കൊന്നിരിക്കുന്നു. ആ സംഖ്യ ഇനിയും ഉയരുവാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പുറത്തു വന്ന അൽ ജസീറ പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 60-ലേറെ കുട്ടികൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ആ കെട്ടിടം പൂർണ്ണമായും തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് അവിടെ നിന്നും കേൾക്കാൻ സാധിക്കുന്നത്. ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. സ്കൂൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മരണസംഖ്യ ഇനിയും ഉയരുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇറാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ട വീഡിയോയിൽ അത് ഒരു മനുഷ്യർക്ക് കാണാൻ സാധിക്കാത്ത അത്രമേൽ തരത്തിലുള്ള ദൈന്യതകൾ അതിൽ നിന്ന് ഉയർന്നു കേൾക്കുകയാണ്. അട്ടഹാസവും നിലവിളിയും ഉയരുന്നു. ഒരു പ്രേത ഭവനം പോലെ അത് തകർന്ന് തരിപ്പണമായി അതിൽ നിന്ന് പുകയും ചാരവും ഉയർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കുറ്റം തന്നെ അമേരിക്കയും ഇസ്രയേലും ചെയ്തിരിക്കുന്നു. ഒരു പക്ഷേ ഏറ്റവും വേദനാജനകമായ ശിക്ഷ നൽകി മാനസികമായി ഇറാനെ കീഴ്പ്പെടുത്തുക എന്നതോ അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായ ശിക്ഷ നൽകി യുദ്ധത്തിൽ മേൽക്കോയ്മ സ്ഥാപിക്കുകയോ എന്നതൊക്കെയാകാം ഈ നരാധമന്മാരുടെ സ്ട്രാറ്റജി എന്ന് നമുക്കറിയാം. ഏതെന്തൊക്കെ പറഞ്ഞാലും കൊടിയ യുദ്ധക്കുറ്റം അമേരിക്ക ചെയ്തിരിക്കുന്നു. പക്ഷെ അമേരിക്കയാണ് ഒരു നിയമവും അവർക്ക് ബാധകമല്ലെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കണ്ണിൽ യാതൊരു യുദ്ധക്കുറ്റമോ മറ്റോ ആയി ഈ ഒരു ആക്രമണവും ഇല്ല. കാരണം ആയിരക്കണക്കിന് കുഞ്ഞുമക്കളെ ഗസയിൽ കൊന്നൊടുക്കിയപ്പോൾ പോലും അതൊന്നും കണ്ടിട്ടില്ലാത്ത രാഷ്ട്രങ്ങളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തെയും അവരുടെ കണ്ണിൽ ഒരു യുദ്ധക്കുറ്റമായിട്ട് അതിൽ കാണാൻ സാധിക്കില്ല. ഈ ഒരൊറ്റ ചെയ്തിയോടുകൂടി തന്നെ ലോകത്ത് ഇറാനോടുള്ള അനുകമ്പ ലോകരാഷ്ട്രങ്ങളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. ഏതായാലും ഇറാൻ ഇതിലൊന്നും പകച്ച് നിൽക്കുകയില്ല എന്നത് വളരെ വ്യക്തമാണ്. ശക്തമായി തിരിച്ചടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുടെ ഗൾഫ് രാഷ്ട്രങ്ങളിലെ ഏതാണ്ട് എല്ലാ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇറാൻ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടെ ടെഹ്റാനിലെ ആയത്തുള്ള അലി ഖംനയുടെ വസതി പോലും ഇസ്രയേൽ ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്ന സ്ഥിരീകരണം വരുന്നു. ഇത് സംബന്ധിച്ചൊരു സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ആക്രമണ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്ര വലിയൊരു ആക്രമണം, അത് പൂർണ്ണമായും ഒരു കൊട്ടാരം തകർക്കണമെങ്കിൽ അത്രയും വലിയൊരു ആക്രമണം അവിടെ നടത്തിയിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ അവിടെയും ഒരുപാട് ഇഞ്ചുറികൾ സംഭവിച്ചിട്ടുണ്ടാകണം. ടെഹ്റാനിലെങ്ങും നിരന്തരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ നിലവിളികളും വലിയ നാശനഷ്ടങ്ങളും ടെഹ്റാനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇറാന്റെ പ്രധാന നേതാക്കൾ അവരെ വധിക്കുക, അതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു റെജിം ചേഞ്ച് സൃഷ്ടിക്കുക എന്നതാണ്. പക്ഷേ അവരുടെ അത്തരത്തിലുള്ള ശ്രമങ്ങളെ വളരെ മുന്നേ കൂട്ടി കണ്ടുകൊണ്ട് ഇറാൻ അതിന് ഉള്ള പ്രിക്കോഷൻ എടുത്തിരിക്കുന്നു. അവരെല്ലാം വളരെ സുരക്ഷിതമായി താവളങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. അതേസമയം തന്നെ ഇസ്രയേൽ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ ഒരു ഉന്നത സൈനിക തലവനെ തങ്ങൾ വധിച്ചു എന്നാണ്. എന്നാൽ ഇറാൻ ആ വാർത്ത നിഷേധിക്കുന്നുമുണ്ട്. ആ തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഇറാനും വളരെ ശക്തമായ തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള പ്രത്യാക്രമണ ശേഷി വർദ്ധിപ്പിക്കുകയാണ് രണ്ട് വിഭാഗവും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റാക്കുകളുടെ വിവിധ തരത്തിലുള്ള വേവുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായി അതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന തരത്തിലുള്ള യുദ്ധമുറകളാണ് ഇരു ഭാഗവും എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചടിച്ച് ഇറാൻ ഗൾഫ് മേഖലയെ അഭ്യൂഹത്തിൽ നിർത്തുമ്പോൾ അമേരിക്ക അവരുടെ കപ്പൽ പടയെ കൂടി
യുദ്ധമുഖത്തേക്ക് ഇറക്കുകയാണ്. കപ്പൽപ്പടയിൽ നിന്നുള്ള ആക്രമണങ്ങൾക്ക് ഇതിനോടകം അമേരിക്ക തുടക്കം കുറിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇറാന്റെ ഏറ്റവും വലിയ മാരക ആയുധ ശേഖരങ്ങൾ ഇറാൻ പുറത്തെടുക്കുന്നതിനെ നേരിടുവാനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്കയും ഇസ്രയേലും. അത്തരത്തിലുള്ള ആയുധങ്ങൾ ഇറാൻ പുറത്തെടുക്കുകയാണെങ്കിൽ യുദ്ധത്തിന്റെ കെടുതികൾ മറ്റു രാഷ്ട്രങ്ങളിലും വർദ്ധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറാന്റെ ഏതാക്രമണത്തെയും തടുക്കാൻ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാണെന്ന് അഭിപ്രായപ്പെടുമ്പോഴും ഇസ്രയേലിലേക്ക് ഉൾപ്പെടെ ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. ഇറാൻ ഭരണാധികാരികൾ സുരക്ഷിതരാണെന്നും അവരെ ആക്രമിക്കാൻ സയനിസ്റ്റ് സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം തന്നെ യുദ്ധ വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വളരെ ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്നൊരു മേശയ്ക്ക് ചുറ്റും വീണ്ടും ഇരിക്കണം, ഈ യുദ്ധം നീണ്ടുകൊണ്ടുപോകാൻ പാടില്ല എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ ആവശ്യപ്പെടൽ ഒരു പക്ഷേ യുദ്ധമുഖത്ത് എത്രമാത്രം പ്രാവർത്തികമാകും എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. അതേസമയം തന്നെ റഷ്യയുടെയും ചൈനയുടെയും സഹായങ്ങൾ ഏത് തരത്തിൽ ഇറാന് ലഭ്യമാകും എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. ഉചിതമായ സമയത്ത് തങ്ങൾക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ട് എന്ന് ഇപ്പോൾ ബഹ്റൈനും UAE-യും വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ UAE-യും ബഹ്റൈനും കൂടി ഇറാന് നേരെ തിരിയുകയാണെങ്കിൽ അതൊരു വലിയ പോരാട്ടത്തിലേക്ക് വഴിമാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വന്നാൽ ഇറാന്റെ ഭാഗങ്ങളിലേക്ക് ആരൊക്കെ വന്നു ചേരും എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇറാഖ് വളരെ ശക്തമായിട്ടുകൊണ്ട് തന്നെ അവരുടെ വ്യോമപാതകൾ കടക്കുന്നത് നിരോധിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ പ്രതിരോധം തീർത്തുകൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് ഇറാനോടൊപ്പം എന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വരികയാണ്. അതോടൊപ്പം തന്നെ ഇറാഖിലെ ചില ഗ്രൂപ്പുകൾ ഇറാനിന് അനുകൂലമായി നിന്നുകൊണ്ട് പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുക. യുദ്ധം അതിൻ്റെ ഏറ്റവും കഠിനമായ ഒരു രീതിയിലൂടെ അവസ്ഥാവിശേഷണത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത്.